എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വീട്ടിൽ നിന്ന് വിളവെടുത്ത തക്കാളി കൊണ്ട് ഒരു കറി ഒന്ന് റെഡിയാക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് തക്കാളിയൊക്കെ പറിച്ചെടുത്തിട്ട് വരാം. തക്കാളിക്ക് പറിക്കുക. തക്കാളി ഉണ്ട്. ഇത് വെച്ചിട്ട് കറി വെച്ചാലോ? തക്കാളി പറിക്കുന്നതിൻ്റെ ആവശ്യത്തിൽ എനിക്ക് തോന്നുന്നു പറയുന്ന കാര്യങ്ങളൊന്നും ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഇത് ഓൾറെഡി ഇതിൻ്റെ ചെടി ഒക്കെ ഇതിൻ്റെ ഇലകളൊക്കെ ആണെങ്കിൽ ഉണങ്ങിപ്പോയത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇനി ഇത് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തക്കാളിയെല്ലാം പിന്നെ നമുക്ക് ഒന്നും എടുക്കാൻ പറ്റാത്ത അവസ്ഥയാവും. പിന്നെ കുറേ തക്കാളി തൈകളാണെങ്കിൽ വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഓൾറെഡി ഒരു തക്കാളി ചീഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു, അത് അവിടെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചേ ഉള്ളെങ്കിലും നമ്മൾ നട്ടു വളർത്തിയതിനകത്തുനിന്ന് വിളവെടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അതുകൊണ്ട് തന്നെ ഒരു കറി വിടാകുമ്പോഴത്തേന് അതിലേറെ സന്തോഷം. ഇതൊക്കെ നട്ടിട്ടുണ്ടെങ്കിലും അധികം പരിചരണമൊന്നും കൊടുക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ല. ജസ്റ്റ് പച്ചക്കറി വേസ്റ്റ് വരുന്നതൊക്കെ ഇട്ട് കൊടുക്കും, അത് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് ഞാൻ പറിച്ചേക്കട്ടെ. അങ്ങനെ തക്കാളി ഉണ്ടായിരുന്ന എല്ലാം വിളവെടുത്തു. അത് കഴിഞ്ഞിട്ട് കറി വെക്കാൻ വേണ്ടി 2 കറിവേപ്പില തണ്ടൂടാണെങ്കിൽ ഓടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഞാനാണെങ്കിൽ തണ്ടായിട്ടാണ് എടുത്തേക്കുന്നത് കേട്ടോ. അതാണെങ്കിൽ ശരിക്കും ഒടിച്ചെടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ മുറിച്ചെടുക്കുവാണെങ്കിൽ പൊട്ടിക്കളിച്ച് വരത്തുള്ളൂ. എന്നെ എപ്പോഴും വഴക്ക് പറയും ഇങ്ങനെ ഒന്നിലൊടിച്ചെടുക്കണം, ഇങ്ങനെ പിന്നെ അല്ലാതാണെങ്കിൽ തണ്ടായിട്ട് ഇങ്ങനെ ഓടിച്ചെടുക്കരുതെന്ന് പറയും. അപ്പോൾ ഇതുപോലെ ഇത്രയാണെങ്കിൽ തക്കാളിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ചെടുത്തിട്ട് നമ്മൾ തക്കാളിയും അതുപോലെ തന്നെ സവാളയും പച്ചമുളകും കയറി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിക്കാൻ വെക്കാം. ഇങ്ങനെ കറി വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ഒരു മീൻകറി കൂടെ ഉണ്ടെങ്കിൽ കുശാലായി. മീൻകറിയും അതുപോലെ തന്നെ ഈ ഒരു തക്കാളി കറിയും കൂടെ ഒഴിച്ച് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. പക്ഷെ ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും. ചിലപ്പോൾ എനിക്കിഷ്ടപ്പെടുന്ന രീതി ആയിരിക്കത്തില്ല മറ്റുള്ളൊരാൾക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളങ്ങനെ ട്രൈ ചെയ്ത് നോക്ക്, ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇടയ്ക്ക് ഞാനൊന്ന് നോക്കിയായിരുന്നു വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ടോ, കാരണം വെന്തിട്ടുണ്ടോ. തക്കാളിയൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടുമല്ലോ, നമ്മളധികം ഇതൊന്നും ആണെങ്കിൽ ഇതിനകത്ത് ഇട്ടിട്ടില്ല. അപ്പം നമുക്ക് ഇതിന് അരപ്പ് ഞാൻ റെഡിയാക്കിയെന്ന് വെച്ചാൽ തേങ്ങ, ജീരകം ഇട്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഉള്ളി ഇട്ടു, പിന്നെ ഒരു 2 വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് തൈര് കൂടെ ഒഴിച്ചു. അതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് അരപ്പാണത് കേട്ടോ. നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. തേങ്ങ ഇങ്ങനെ മെഴുക് പോലെ അരയെന്ന് പറയത്തില്ലേ, നമ്മൾ അമ്മിക്കല്ലിലൊക്കെ അരയ്ക്കുവാണെങ്കിൽ ശരിക്കും നന്നായിട്ടാണെങ്കിൽ മെഴുക് പോലെ അരച്ചെടുക്കുമായിരുന്നു പണ്ടൊക്കെ. അപ്പോൾ ഇപ്പോൾ നമുക്ക് മിക്സി ഉള്ളത് കൊണ്ട് നല്ല റിഫൈനായിട്ട് അങ്ങോട്ട് അരച്ചെടുത്തിട്ട് വരാം. അത് കഴിഞ്ഞ് നമുക്ക് ഈ തക്കാളി ഇതെല്ലാം ഒന്ന് വെന്ത് വന്നു കഴിയുമ്പോഴത്തേന് നമുക്ക് ഈ ഒരു അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് എഴുതാനൊന്നും മറന്നുപോലെ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു അരപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അരപ്പിന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഏതൊക്കെയാണ് എടുത്തതെന്നുള്ള സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിട്ടില്ല. അതാണെങ്കിൽ ഞാൻ വിട്ടുപോയതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. വീഡിയോ ആണെങ്കിൽ ഇവിടെ മിക്സായിപ്പോയി. അത് എടുത്തേക്കുന്ന ഒന്നുകൂടെ ഞാൻ പറയാം. തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു, അതുപോലെ മഞ്ഞൾപ്പൊടി, ജീരകം, ചെറിയ ജീരകമാണ് കേട്ടോ, ചെറിയ ജീരകം, അതുപോലെ തന്നെ പിന്നെ ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു, ചെറുള്ളി ഉണ്ടല്ലോ, ചെറുള്ളി ഒരു 4-5 ചെറുള്ളി, അത്യാവശ്യം വലുപ്പമുള്ള ചെറുള്ളിയാണ് എടുത്തേക്കുന്നത്. ഒരു 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു, അതുപോലെ പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു. മുമ്പ് ഞാൻ പച്ചമുളക് എടുത്ത കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ എടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ തൈര് അതുകൂടാണ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് അരപ്പാണ്. അത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട്, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അരപ്പാണെങ്കിൽ തേങ്ങ ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ തിളപ്പിക്കരുതെന്ന് പറയും. പക്ഷെ ഞാൻ തിളപ്പിച്ചെടുക്കാറുണ്ട്. എനിക്ക് ആ പച്ചമണം അതൊന്നും മാറി കിട്ടിയില്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് എനിക്കിഷ്ടമല്ല. അത് കാരണം കൊണ്ട് ഞാനതാണെങ്കിൽ കറിയൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കും. ഈ തേങ്ങ ഒഴിച്ചാൽ നമ്മൾ തേങ്ങ പാലായിട്ടല്ല ഒഴിക്കുന്നത്, തേങ്ങ അരച്ചാണ് ഒഴിച്ചേക്കുന്നത്.
പിന്നെ ഒന്നാം പാലൊക്കെ ഒഴിക്കുന്ന സമയത്ത് നമ്മൾ തേങ്ങ പാലായിട്ട് എടുത്തിട്ട് ഒന്നാം പാലൊക്കെ ഒഴിക്കുന്ന സമയത്താണ് നമ്മളിത് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് പിരിഞ്ഞു പോകുന്നത്. അപ്പം ഇതുവരെ ഞാനിങ്ങനെ ചെയ്തിട്ട് എനിക്ക് ഇങ്ങനെ പോയിട്ടില്ല. അപ്പം ഞാനത് തിളപ്പിച്ച് തന്നെ എടുക്കാറുണ്ട് കേട്ടോ. നമ്മുടെ കറിയാണെങ്കിൽ ഇവിടെ റെഡി ആയി പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് നമ്മൾ ചെയ്തില്ലേ. ആദ്യമാണെങ്കിൽ തക്കാളിയും അതുപോലെ തന്നെ സവാളയും പിന്നെ കുറച്ച് പച്ചമുളക് 1-2 പച്ചമുളക് മതി, അത് കീറിയിടുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് അതൊന്ന് വേവിച്ചെടുക്കുക. അത്യാവശ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. ആദ്യമാണെങ്കിൽ വേവിക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലിട്ട് വെള്ളം ഒന്ന് തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അത് കഴിയുമ്പോഴത്തേനാണെങ്കിൽ ഞാനാണെങ്കിൽ പറഞ്ഞ് അരപ്പാണെങ്കിൽ അത്രയും സാധനങ്ങൾ കൂട്ടി അരച്ച് അത് ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ താളിച്ച് നമ്മൾ ഒഴിക്കുക. താളിക്കാൻ എടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വറ്റൽമുളക് എടുത്തിട്ടില്ല ഞാനിവിടെ. വറ്റൽമുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ അതെടുക്കാം. കടുക് ആണെങ്കിൽ എണ്ണ ഒഴിച്ച് കടുക് ഇട്ടു. അത് കഴിഞ്ഞിട്ട് ചെറുള്ളി ആണെങ്കിൽ അരിഞ്ഞ് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. കരിഞ്ഞു പോകാതെ തന്നെ മൂപ്പിച്ചെടുക്കണം. ഒരു ബ്രൗൺ നിറമാകുമ്പോഴത്തേനാണെങ്കിൽ എടുക്കുകയാണെങ്കിൽ അതിനാണ് ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അത് കഴിഞ്ഞാൽ കറിവേപ്പിലയൊക്കെ ആണെങ്കിൽ വെളിച്ചെണ്ണയിൽ താളിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ഒരു ഫ്ലേവറുമാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ലാസ്റ്റ് ഞാനാണെങ്കിൽ കുറച്ച് കറിവേപ്പിലയാണെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളാണെങ്കിൽ കറിയുടെ കൂട്ടത്തിൽ നമ്മൾ കറിവേപ്പില ഇട്ടിട്ട് എടുക്കുകയാണെങ്കിൽ ആ ഒരു ടേസ്റ്റും ലാസ്റ്റ് നമ്മൾ കറിക്കാണെങ്കിൽ കറിയെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് അടച്ചു വെക്കുകയാണെങ്കിൽ ആ ഒരു മണമൊക്കെ ആണെങ്കിൽ നല്ലൊരു മണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ താളിച്ച് വെച്ചിരുന്നതാണെങ്കിൽ പാത്രത്തിലോട്ട് കുറച്ച് കറി അങ്ങോട്ട് ഒഴിച്ചിട്ട് അതിനകത്തിലുള്ള ബാക്കിയാണെങ്കിൽ താളിച്ച് എണ്ണയെല്ലാം കൂടെ ആണെങ്കിൽ നമുക്ക് ഈ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റിയാണ്. ഇത് കൂട്ടി ചോറുണ്ണാനാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെ ചെയ്ത് നോക്കാത്തവർ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറ കേട്ടോ. തക്കാളിയൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിൽ കാണുമല്ലോ. അപ്പോൾ തക്കാളിയൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പം നമുക്ക് കറിയൊന്നും ഇല്ല, എന്ത് വെക്കണമെന്നുള്ള ഒരു ഡൗട്ടിലൊക്കെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് തക്കാളി ഉണ്ടോ എടുക്കുക, തേങ്ങ അങ്ങോട്ട് തിരുമുക. പെട്ടെന്ന് തന്നെ നമുക്ക് ബാക്കിയുള്ള അരപ്പുകളെല്ലാം കൂടെ കൂട്ടി അങ്ങോട്ട് അരച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതിൽ ഞാൻ തൈര് ആഡ് ചെയ്തെന്ന് പറഞ്ഞില്ലേ. ഇപ്പം നിങ്ങൾ തൈര് ആഡ് ചെയ്യാതെ എടുത്തെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. തൈര് ഇതിൻ്റെ കൂടെ അരപ്പിൻ്റെ കൂടെ ഇട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. തൈരില്ലെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പം നിങ്ങൾ ചെയ്ത് നോക്കാത്തവരൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകണ്ട. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ.